സിബിന് എന്താണ് സംഭവിക്കുന്നത്? സിബിൻ കയ്യിൽ കുറച്ച് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ എങ്കിലും ഒത്തിരി ആരാധകർ നേടിയ ഒരാളാണ് സിബിൻ, നമുക്കറിയാം. അതിനുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിബിൻ നല്ലൊരു ഗെയിമറാണെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കി കഴിഞ്ഞു ഇതിനോടം തന്നെ. സിബിൻ കളിച്ച ഫൈനലിലെത്തും, കപ്പുമായിട്ട് തിരിച്ചു വരും എന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷ ഇപ്പോൾ ശരിക്കും പറഞ്ഞ പ്രേക്ഷകരിലുണ്ട്. ഇവിടെ നിന്ന് ആ ഒരു ലാലേട്ടൻ്റെ അടുത്തുനിന്ന് സിബിൻ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ സിബിൻ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അതായത് അവിടെ ഫൺ കൊണ്ടുവരണം, ഇത് ഒറ്റയ്ക്ക് നിന്ന് കളിച്ച് കപ്പുമായിട്ട് വരണം, അത് കഴിഞ്ഞിട്ട് അവിടെ നടക്കുന്ന ഗ്രൂപ്പീസൊക്കെ ഒന്ന് പൊളിച്ചെടുക്കണം എന്നുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് സിബിൻ ഇവിടെ നിന്ന് ശരിക്കും ഒരു എനർജി വന്ന ഒരാൾ പോലെ പോയത്. പക്ഷേ ഒരു കുറച്ച് ദിവസം നല്ലൊരു 2 വീക്സ് നല്ലൊരു എനർജിക്കറ്റായിട്ടുള്ളൊരു കളിയൊക്കെ ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയിലും കുറേ കാര്യങ്ങളുണ്ട്. അതായത് സിബിൻ ചെന്ന സമയം മുതൽ എന്ത് പറ്റി, നമ്മുടെ ഗബ്രിയുടെ ആണെങ്കിലും ജാസ്മിൻ്റെ ആണെങ്കിലും ലവ് ട്രാക്കിൽ ചെറിയൊരു ഗ്യാപ്പ് വീണു. കാരണം സിബിൻ ഒരു പിടി വീണു എന്ന് വേണം പറയാൻ. പക്ഷേ അപ്പോൾ മുതൽ വേറെ ഒരു കാര്യം, സിബിൻ്റെ നല്ലൊരു ക്വാളിറ്റി കാണുമ്പോഴും വേറെ അടുത്തൊരു ഭാഗം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ജാസ്മിൻ്റെ ഗബ്രിയുടെ ആ ഒരു സപ്പോർട്ട് ചെയ്യുന്നതല്ല, പക്ഷേ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായി. അവർ മാനസികമായിട്ട് തകർന്ന് നിൽക്കുന്ന ഒരു ടൈമിൽ ഇവർ നിന്ന് ആ ദിവസം മുതലാണല്ലോ ആ സംഭവങ്ങളൊക്കെ ഉണ്ടായത്, നമ്മുടെ സായി പൊളിച്ചടിക്കിയത്. അപ്പോൾ ആ ഒരു സമയത്ത് രണ്ടിൻ്റെ സമതല താളം തെറ്റി ഇന്ന് സിബിൻ എന്താണോ അനുഭവിക്കുന്നത് അത് ജാസ്മിനൊക്കെ അന്ന് അനുഭവിച്ച സമയത്ത് എന്തൊക്കെയാണ് എനിക്കറിയില്ല. ജാസ്മിൻ എൻ്റെ ഒരു വിഷമം ഇപ്പം ശരിക്കും പറഞ്ഞാൽ സിബിൻ്റെ ഫേസ് കാണുമ്പോൾ അന്ന് ജാസ്മിൻ എന്താണ് അനുഭവിച്ചതെന്ന് മനസ്സിലാവുന്നു. പക്ഷേ സിബിൻ ഒരു മയവും ഉണ്ടായിട്ടില്ല. ഇത് ഡ്രാമയാണ്, ഇതൊന്നും കഴിയില്ലെങ്കിൽ പെട്ടിയെടുത്ത് പൊയ്ക്കോ എന്നൊക്കെയുള്ള നിരവധി എന്തോ പരിഹാസമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ രണ്ടുപേരും അനുഭവിച്ചത്. എന്നിട്ടും പല സമയങ്ങളിലും എന്തോ ജാസ്മിൻ എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് ആയിട്ട് വന്നിരുന്നാൽ പോലും അത് സിബിൻ കേൾക്കാൻ പോലും തയ്യാറായിരുന്നില്ല. ഒരു പുച്ഛത്തോടു കൂടി ശരിക്കും സിബിനെ ടീം വന്നോടുകൂടി ഗബ്രിക്കോ ജാസ്മിനോ ആ വീട്ടിലൊന്നും പറയാനുള്ളൊരു എന്താ പറയുക ഇതുപോലും സ്വാതന്ത്ര്യം പോലും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുത്തു സിബിനും ടീമും. പക്ഷേ ഇന്നിപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ എന്നോടാരും സംസാരിക്കരുത്, എനിക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ അത്രയും മാനസിക സമ്മർദ്ദത്തിലാണ് എന്ന് പറഞ്ഞ് ഡോക്ടറിൻ്റെ അടുത്ത് വരെ പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി. സിബിന് ചെറിയൊരു നെഞ്ചുവേദനയൊക്കെ വന്നു. അപ്പം ഒന്ന് മനസ്സിലാക്കുക, ഗെയിമാണ്. എന്നിരുന്നാൽ പോലും ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ആ ഒരു ബിഗ് ബോസ് വീടെന്ന് പറയുമ്പോഴേക്കും പുറത്തെ ഒരു വീട് പോലെയല്ല, എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരു ചെറിയൊരു ഡോസൊക്കെ കൊടുത്ത് ഡോക്ടർ അകത്ത് വിട്ടിട്ടുണ്ട്. പക്ഷേ ഇത് എത്രത്തോളം സിബിന് അതിനകത്തേക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ അറിയാം. കാരണം വെച്ചാൽ ഡോക്ടറെ കണ്ടിട്ട് വന്നിട്ടും സിബിൻ ആകെ ഡൗണാണ്. എല്ലാവരോടും പറയുന്നുണ്ട് ഫുഡ് കഴിക്കാൻ എന്നെ വിളിക്കരുത്, എന്നെ ഒന്നിനും കമ്പൽ ചെയ്യരുത്, കാരണം എനിക്ക് പറ്റത്തില്ല, ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒന്ന് ആക്ട് ചെയ്ത് നിൽക്കുന്നതേ ഉള്ളൂ, നിങ്ങളാരും എന്നെ ഒന്നിനും നിർബന്ധിക്കരുത്. പക്ഷേ ഇതിനകത്തേക്ക് വേറൊരു കാര്യം, എനിക്ക് ജാസ്മിനോട് ഭയങ്കര ഒരു റെസ്പെക്റ്റ് തോന്നുന്നു. കാരണം വെച്ചാൽ ജാസ്മിൻ അത്രയും സമാധാനത്തോടു കൂടിയാണ് നമ്മുടെ സിബിൻ്റെ അടുത്ത് ചെന്ന് നീ വിഷമിക്കരുത്, ഏതാന്നൊക്കെ ഉള്ള കാര്യം ചെന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണെന്നാലും വരും ദിവസങ്ങളിൽ സിബിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് കാണാം.